ദുഃഖമില്ല. ദുഃഖമില്ല. ഒട്ടും ഒരു ശകലം പോലും ദുഃഖമില്ല. വളരെ വർഷങ്ങളായിട്ട് 10-18 വർഷമായിട്ട് അമ്മയുടെ മെമ്പറാണ്. ഇപ്പൊ അദ്ദേഹത്തിന് സിറ്റിയിൽ ഹോട്ടൽ 3. അപ്പോ ഞാൻ ഒരിക്കലും ഒരു കമ്മിറ്റിയിലും ഇരുന്നിട്ടില്ല. ഒന്ന് കൈ പൊക്കൂന്ന് പറയുമ്പോൾ ഇലക്ഷൻ ഇല്ലാതെ കൈ പൊക്കൂന്ന് പറയുമ്പോൾ പോലും ഞാൻ കൈ പൊക്കോ ഒന്നും ചെയ്തിട്ടില്ല. നീ പറഞ്ഞെടുത്ത വീശിയെ നിന്റെ മനസ്സിലെ വിഷമം മാറട്ടെ. അപ്പോ സ്ത്രീകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. കല്ലേറ് തുടങ്ങിയാലോ? വേണ്ട, കല്ല് തീർന്നു പോകും. എനിക്ക് മത്സരിക്കേണ്ടി വന്നതാണ്. ഇപ്പൊ എന്താ പറഞ്ഞു? അപ്പോഴും എനിക്കറിയാം എന്നെ പോലെ ഒരു 2ാം നിര നടി അല്ലെങ്കിൽ ഒരു 3ാം നിര നടി ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക്, ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ അത് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് മറ്റു പലർക്കും ഉണ്ടാവുമെന്നും അത് കാരണം എനിക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ അതിന് മുന്നേ തന്നെ രാജിവെക്കാനായിട്ട് തയ്യാറായിരുന്നു. അമ്മയിലെ അംഗത്വവും രാജിവെക്കാൻ തയ്യാറായിരുന്നു. അയ്യോ, പണി പാലുമ്പലത്തിലാണല്ലോ കിട്ടിയത് ദൈവമേ. ഈ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ഒരു 45 ദിവസം കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്വേത ചേച്ചി 7 മണിക്കൂർ നിന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നല്ലോ, അത് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് അടുത്ത മാസം 14-ാം തീയതി, അതായത് ജൂലൈ മാസം 14-ാം തീയതി അമ്മയുടെ അക്കൗണ്ടിലേക്ക് അദാനി ഗ്രൂപ്പിന്റെ ഒരു 15 ലക്ഷം രൂപ ചാരിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു അമ്മയിലേക്ക്. അത് വന്നിരുന്നെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡന്റ് വർഷങ്ങളോളം ഇന്നസെന്റ് അങ്കിൾ പ്രസിഡന്റ് ആയിട്ടിരുന്ന പോലെ ശ്വേതാ മേനോൻ ആ സ്ഥാനത്ത് തുടരുമായിരുന്നു. ശ്വേതാ മേനോൻ എന്ന വ്യക്തിയുടെ കോണ്ടാക്റ്റിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. ഒരു സംഘം ചേർന്നിട്ട് വലിയ ഗൂഢലക്ഷ്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ സംഘടനയുടെ പൈസ കെട്ടിട്ടില്ല, ഇതിൽ കണക്കുകളിൽ കൃത്രിമത്വം കാണിച്ചില്ല. അഭിമാനത്തോട് കൂടിയിട്ട് പറയും 6 എന്നിട്ട് പിന്നെ അങ്ങനെ 1,40,00,000 രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ ആയിട്ട് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന എമൗണ്ട്. അതിൽ നിന്നും 6 ലക്ഷം രൂപ മാത്രമേ ഞങ്ങളുടെ കമ്മിറ്റി ചെലവാക്കിയിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. ഈ പറയുന്നത് കണക്കാണ്, പച്ച പരമാർത്ഥമായ കണക്കാണ് പറയുന്നത്. പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരല്ലേ, ഞങ്ങൾ അവർക്ക് വേണ്ടിയല്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നാളെയും കാണേണ്ട മനുഷ്യരല്ലേ. സ്നേഹം എന്ന് പറയുന്നൊരു സാധനം അവിടെ ഇല്ലേ? അപ്പൊ അവരും ഞങ്ങളോട് അങ്ങനെ ചെയ്യുമോ? അവർക്കതിന് കഴിയില്ല. ഇന്നയാളുടെ പേര് പറയുമ്പോ അവരങ്ങനെ ചെയ്യില്ല, ഇവരങ്ങനെ ചെയ്യില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വളരെ നിസ്സാരമായിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അയ്യോ പാവം, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പൂച്ചല്ലേ ഇവൻ. ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ ഈ ജോയിന്റ് സെക്രട്ടറിയുടെ റൂം മാറ്റി ട്രഷറർക്ക് കൊടുത്തു. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു പങ്കുമില്ല. നിങ്ങൾ പിന്നെ വോളണ്ടറി ആയിട്ട് ജോലി ചെയ്യാൻ വരുന്നുള്ള ആള് എനിക്ക് AC വേണം, എനിക്ക് കമ്പ്യൂട്ടർ വേണം, എനിക്ക് ക്യാബിൻ വേണം എന്ന് പറയുന്നതിൽ ഒരു അനൗചിത്വം, അത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കുട്ടി ഒന്ന് ശ്രദ്ധിച്ച് അതൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം.